ഗുളികയിൽ സൂചി കണ്ടെത്തിയെന്ന ആരോപണത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആരോപണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ സത്യൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി രാഹുൽ ജി നാഥ ചേരുന്നുണ്ട്. രാഹുല്, ഇതിൽ സൂചി കണ്ടെത്തുമ്പോൾ തന്നെ ഇതിൽ മുട്ടുസൂചിക്ക് അറ്റം തുരുമ്പിച്ചിരുന്നു, ഇത് കൃത്രിമമായി എടുത്തതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വീഴ്ച പറ്റിയത് ആരോഗ്യവകുപ്പിനാണെന്നുള്ള ആരോപണവുമുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ? മാർഷൽ, ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 പരാതികളാണ് നിലവിലുള്ളത്. ഒന്ന്, ആദ്യഘട്ടത്തിൽ വസന്ത എന്ന പരാതിക്കാരി നൽകിയ പരാതിയാണ്. ഗുളികയിൽ ഇത്തരത്തിൽ മുട്ടുസൂചി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പരാതി. അതിനുശേഷം ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവർ പ്രധാനമായി പറഞ്ഞത് ഇത്തരത്തിൽ ഈ പരാതി വ്യാജമാണ്. കാരണം അവർ അതിന് ചൂണ്ടിക്കാട്ടിയത്, ഒന്ന്, ഈ ഗുളികയിൽ കണ്ടെത്തിയ മുട്ടുസൂചി അത് പേപ്പറിൽ കുത്തിവെച്ചതുപോലെ രണ്ടറ്റവും തുരുമ്പിച്ചിരുന്നു. മറ്റൊന്ന്, ഗുളികയുടെ ഘടനയ്ക്കോ ഗുണനിലവാരത്തിനോ വ്യത്യാസമില്ലായിരുന്നു. ഈ മരുന്നുമായി ബന്ധപ്പെട്ട അതേ ബാച്ചിലുള്ള മറ്റു മരുന്നുകൾക്കും പ്രശ്നമില്ലായിരുന്നു എന്ന കണ്ടെത്തലാണ് ആരോഗ്യവകുപ്പ് നടത്തിയത്. അത്തരത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ നേരിട്ട് DGPക്ക് പരാതി നൽകിയിരുന്നു. 3ാമത്തെ പരാതിയാണിത്. ഇത് വിവരാവകാശ പ്രവർത്തകനായ തിരുവനന്തപുരം ആക്കുളം സ്വദേശി സത്യനാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. കാരണം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്, അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹവും DGPക്ക് പരാതി നൽകിയത്. DGP ഈ പരാതി വിതുര പോലീസ് സ്റ്റേഷന് കൈമാറി. അങ്ങനെ ആദ്യമായി ഈ സംഭവത്തിൽ ഒരു FIR കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സത്യന്റെ പരാതിയിലാണ്. അത്തരത്തിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. നിലവിൽ 3 പരാതികളാണ് നിലവിലുള്ളത്. ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സത്യന്റെ പരാതിയിലാണ്. മാർഷൽ, ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വസ്തുത പുറത്തു വരേണ്ടതുണ്ട്. കാരണം ആർക്കാണ്, ഏത് ഭാഗത്താണ് അനാസ്ഥ ഉണ്ടായത്, ഉണ്ടായെങ്കിൽ വലിയ ഗുരുതരമായ വീഴ്ചയാണത്.